ജീവിതത്തിൻ്റെ മനോഹരമായ യാത്രയിൽ ആക്സിഡൻസ് പലപ്പോഴും പോസിറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റാറുണ്ട്. അപ്രതീക്ഷിതമായി നമ്മൾ കാലങ്ങളായി കരുതിയിരുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാറുണ്ട്. അത് നമ്മുടെ ജീവിതത്തെ പെട്ടെന്ന് സുന്ദരമായി കൺവെർട്ട് ചെയ്ത് നമ്മൾ ആൾറെഡി സന്തോഷത്തിലായിരിക്കുമ്പോൾ അതിസന്തോഷം എന്ന നിലയിൽ കൊണ്ടുപോകും. ഈ ആക്സിഡൻസ് സന്തോഷത്തിന് മാത്രമല്ലല്ലോ. നമ്മൾ ഹോസ്പിറ്റലിൽ ജീവിക്കുന്ന, നമ്മുടെ ഹോസ്പിറ്റൽ പ്രൊഫഷനിൽ നിൽക്കുന്നവർക്ക് ആക്സിഡൻ്റ് എന്ന പേര് തന്നെ പലപ്പോഴും നെഗറ്റീവ് സംഭവിക്കുന്നതുമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ പലപ്പോഴും പോസിറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആക്സിഡൻസ് സംഭവിച്ച് നമ്മൾ കുറച്ചധികം ഉയരത്തിലേക്ക് എത്തുന്നത് പോലെ ആക്സിഡൻ്റലി സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തെ പുറകോട്ടടിക്കാറുണ്ട്. അവിടെ നിമിഷങ്ങൾക്ക് വലിയ വിലയാണ്. ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താതെ നമുക്ക് അത്തരത്തിൽ സംഭവിച്ച ജീവിത പ്രതിസന്ധിയെ പരിഹരിക്കാൻ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ സ്വീകരിക്കുന്നതിന് കൃത്യമായും വഴി വരണം, എവിടെ നിർത്തണം വാഹനം, എങ്ങനെ ഇറക്കണം, എവിടെ വെയിറ്റ് ചെയ്യണം എന്ന് കൃത്യമായി അടയാളപ്പെടുത്തിയ സംവിധാനങ്ങളിൽ കൂടെ ഒരു സെക്കൻഡ് പോലും അനാവശ്യമായി അന്വേഷണങ്ങളിൽ കൂടെ നഷ്ടപ്പെടുത്താതിരിക്കത്തക്ക വിധത്തിൽ നമ്മൾ ഓർഗനൈസ്ഡ് ആയിരിക്കേണ്ടത് പോലെ തന്നെ നമ്മുടെ എംപ്ലോയീസ് അങ്ങനെ വരുന്ന ആളിന് വീൽ ചെയറോ ട്രോളിയോ എന്ത് സംവിധാനങ്ങളാണോ എത്തിക്കേണ്ടത് കാത്തു നിൽക്കാതെ എത്തിക്കാൻ പറ്റുന്ന എണ്ണം എംപ്ലോയീസ് അവിടെ ഉണ്ടാകണമെന്നതും അതിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ച് പരിശീലിക്കപ്പെട്ടുകൊണ്ട് തുടർ പരിശീലനങ്ങളാൽ നല്ല ബോധത്തിലായ മനുഷ്യരാൽ നിയന്ത്രിക്കപ്പെടണം എന്നത് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ ആക്സസ് വളരെ ഈസി ആകുന്നത് പോലെ തന്നെ നമുക്കവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിനുള്ള എക്യുപ്മെൻറ്റ്സ്, ഒന്നിൽ കൂടുതൽ പേര് ഒരേ സമയം വന്നാൽ കിടത്തുന്നതിനുള്ള സംവിധാനം, ട്രയാജിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ എന്ത് ചെയ്യണമെന്നുള്ള സംവിധാനം, ആവശ്യത്തിനുള്ള ബെഡുകൾ, എമർജൻസി ആയിട്ട് ഉപയോഗിക്കേണ്ട എക്യുപ്മെൻറ്റ്സ് അത് ആവശ്യത്തിനുണ്ടാകേണ്ടതുണ്ട് നമ്മുടെ ആശുപത്രിയിൽ. ഈവൻ വൈറ്റൽ എടുക്കുന്നതിന്, വൈറ്റൽ പാരാമീറ്റേഴ്സ് മോണിറ്റർ ചെയ്യുന്നതിന്, അപ്രോപ്രിയേറ്റ് ഉള്ള ഡ്രഗുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഉള്ള സ്റ്റോക്ക് ഉണ്ടാവണം. വൈറ്റൽസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പിടിച്ചു വാങ്ങി അടുത്ത ആളിന് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു എമർജൻസി മെഡിസിൻ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്ക് എടുത്ത് ഉപയോഗിച്ചിട്ട് ഫാർമസിയിൽ നിന്ന് റീപ്ലേസ്മെന്റ് വരാൻ കാത്തിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഫുട്ഫാൾസ് എത്രയാണ് വരാൻ സാധ്യതയുള്ളതെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അതിനാനുപാതികമായുള്ള എമർജൻസി ഡ്രഗ്സ് നമുക്കുണ്ടായിരിക്കണം, അതിനാനുപാതികമായ എംപ്ലോയീസ് ഉണ്ടായിരിക്കണം, അവർക്കതിന് വേണ്ടുന്ന ട്രെയിനിങ് കിട്ടിയിരിക്കണം. NABH 6th എഡിഷൻ സെക്കൻഡ് ചാപ്റ്റർ കെയർ ഓഫ് പേഷ്യൻറ്റ് COP, രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് COP 2, അതിലെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് കമ്മിറ്റ്മെൻറ്റ് കാറ്റഗറിയിൽ പെട്ടതാണ്. നമുക്കറിയാമല്ലോ, കമ്മിറ്റ്മെൻറ്റ് കാറ്റഗറി നമുക്ക് സ്വാഭാവികമായിട്ടും കോർ പോലെ അത്രയും നിർബന്ധമല്ലെങ്കിലും നമ്മുടെ ഹോസ്പിറ്റൽ എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഈ കമ്മിറ്റ്മെൻറ്റ് കാറ്റഗറിയിലുള്ള എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് കൃത്യമായും മനസ്സിലാക്കിയിരിക്കണം, അതിന് ആനുപാതികമായി പ്രവർത്തിച്ചിരിക്കണം. സോ ദാറ്റ് സേസ് there shall be an identified area in our organization which is easily accessible to receive and manage emergency patients with adequate appropriate resources. സോ വളരെ കൃത്യമാണ് പറയുന്നത്, നമുക്ക് എമർജൻസി പേഷ്യൻറ്റിനെ എവിടെയെങ്കിലുമല്ല ഹാൻഡിൽ ചെയ്യേണ്ടത്. കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത ഏരിയ ഉണ്ടാവണം, അത് ഈസിലി ആക്സസിബിൾ ആയിരിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്ത ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ കാണുന്നുണ്ട് ഈ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വേണമെന്ന്. മീൻസ് അവിടെ പേഷ്യൻറ്റിനെ ഇറക്കിയ വണ്ടി പോകാനുള്ള സംവിധാനം ഉൾപ്പെടെ അവിടെ നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. സോ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡായ COP 2 ആദ്യത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് നമുക്ക് കൃത്യമായ ഏരിയ ഐഡൻറ്റിഫൈഡ് ആയിരിക്കണം. നമ്മുടെ ഓർഗനൈസേഷൻ അത്തരത്തിൽ അവിടെ എമർജൻസി പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള എല്ലാ റിസോഴ്സും പ്രൊവൈഡ് ചെയ്തിരിക്കണം. COP 2A.